നമശിവായ. നമസ്കാരം. ഗീതാഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. നാം ഇപ്പോൾ കർമ്മയോഗമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ശ്ലോകം 16 ശ്രദ്ധിച്ചത്. അതിൽ സംസാര ചക്രത്തെ, യജ്ഞചക്രത്തെക്കുറിച്ചൊക്കെ ഭഗവാൻ പറയുന്ന ഭാഗം ശാന്തോഗ്യോപനിഷത്തുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭഗവാൻ പറയുകയായിരുന്നു. അങ്ങനെ സ്വതന്ത്രചാരികളായി നടക്കുന്നവർ പൂർവോക്തമായ യജ്ഞചക്രം കർത്തവ്യമായി പാലിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് അടുത്ത ശ്ലോകമെന്നാണ് നാം പറഞ്ഞു നിർത്തിയത്. ആ ശ്ലോകം നമുക്ക് നോക്കാം. ശ്ലോകം 2-3 ശ്ലോകങ്ങൾ ചേർന്ന് വരുന്ന ഭാഗമാണ്. ശ്ലോകം 17. യസ്ത്വാത്മരതിരേവ സ്യാദ്യാത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ ച സന്തുഷ്ടസ്യ കാര്യം ന വിദ്യതേ നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കചിദർത്ഥവ്യാപാശ്രയഃ. ശ്ലോകം 19. തസ്മാദസക്തഃ സന്തതം കാര്യം കർമ്മ സമാചാര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ. ഈ ശ്ലോകങ്ങളുടെ അർത്ഥം നോക്കുമ്പോൾ, ശ്ലോകം 17 അർത്ഥം നോക്കുമ്പോൾ, എന്നാൽ പരമാത്മാവിൽ തന്നെ പ്രീതി ഉറപ്പിച്ച് പരമാത്മാവിൽ തന്നെ തൃപ്തരും സന്തുഷ്ടരുമായിരിക്കുന്നവർക്ക് ഒരു കർത്തവ്യവും ആയിട്ടില്ല എന്ന് പറയുന്നു. പരമാത്മാവിൽ തന്നെ പ്രീതി ഉറപ്പിച്ച് പരമാത്മാവിൽ തന്നെ തൃപ്തരും സന്തുഷ്ടരുമായിരിക്കുന്നവർക്ക് മറ്റൊരു കർത്തവ്യവും ബാക്കിയായിട്ട് വരില്ല. ശ്ലോകം 18 പറയുന്നത്, ആ വ്യക്തിക്ക് കർത്തവ്യങ്ങളിൽ നിന്ന് ഒരു പ്രയോജനവും നേടാനില്ല. ചെയ്ത കർമ്മങ്ങളിൽ നിന്ന് പ്രയോജനപ്പെടുത്താനും ഒന്നുമില്ല. അദ്ദേഹത്തിന് ഈ കാണുന്ന പ്രാണികളിൽ നിന്നൊരു സ്വാർത്ഥവും നേടാനുമില്ല. അടുത്ത 19 നോക്കാം. ഈ കാരണങ്ങളാൽ നീ സംഘരഹിതനായി നിരന്തരം കർത്തവ്യങ്ങൾ ചെയ്യുക. ഈ 2 കാരണത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് അർജുനോട് പറയുകയാണ്. ഈ കാരണങ്ങളാൽ നീ സംഘരഹിതനായി നിരന്തരം കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യുക. കാരണം മോഹരഹിതനായിരിക്കുന്നവൻ കർമ്മങ്ങൾ ചെയ്താലും പരമപദമായ മോക്ഷം കൈവരിക്കുമെന്നർത്ഥം. സംഘരഹിതനായിരിക്കുന്നവൻ, നിഷ്കാമ കർമ്മം ചെയ്യുന്നവൻ, മോഹരഹിതനായിരിക്കുന്നവൻ കർമ്മങ്ങൾ ചെയ്താലും പരമപദമായ മോക്ഷം കൈവരിക്കും അർജുന എന്ന് പറയുകയാണ്. ശ്രേഷ്ഠമായ അവസ്ഥ, മുക്തി, പരമപദം, പരമാനന്ദം, ആത്മസന്തുഷ്ടി എന്നിവ ആർക്കും നേടാവുന്നതാണ്. അതിന് അനാസക്തമായ കർമ്മം ചെയ്യണം. ഭോഗങ്ങളിൽ ലീനനാകുമ്പോഴും എത്രമാത്രം അനാസക്തമായി അത് ചെയ്യാൻ കഴിയുമോ, ആസക്തി ഇല്ലാതെ കഴിയുമോ, അത്രമാത്രം ഉന്നതി കൈവരിക്കാൻ സാധിക്കും എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. ഫലത്തിൽ ആസക്തി ഇല്ലെങ്കിൽ മനുഷ്യർ കർമ്മം ചെയ്യുകയില്ലെന്ന് കരുതുന്നവരുണ്ട്. സാധാരണ ഭോഗികൾ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. എന്നാൽ സാധനയുടെ ഉച്ചകോടിയിലെത്തി കർമ്മം ചെയ്യുന്നവർക്ക് ആസക്തി വെടിഞ്ഞു തന്നെ കർമ്മങ്ങൾ ചെയ്യുവാൻ കഴിയും അർജുന എന്ന് പറയുകയാണ് ഭഗവാൻ അർജുനനോട്. ആസക്തിയില്ലാതെ കർമ്മം ചെയ്യാൻ കഴിയും അർജുന എന്ന് പറയുകയാണ്. മനസ്സിലേക്ക് കാണും എന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അടുത്ത ശ്ലോകമായി നമുക്ക് അടുത്ത ദിവസം കാണാൻ ഭഗവാൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ശുഭസുദിനം.